തൃശൂർ അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനുള്ള നടപടികൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. കാട്ടാനയെ പിടികൂടി ചികിത്സിക്കുന്നതിന് വനംവകുപ്പ് ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സഖറിയയും 20 അംഗ സംഘവും അതിരപ്പിള്ളിയിൽ എത്തിക്കഴിഞ്ഞു. വിവരങ്ങളുമായി CV അനുമോദ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ ആനയുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. അനുമോദുണ്ട് വിവരങ്ങളുമായി. അനുമോദ്, ഗുഡ് മോർണിംഗ്. ഒരു അത്ര പതിവില്ലാത്തൊരു ദൗത്യത്തിലേക്കാണ് അരുൺ സഖറിയും സംഘവും ഇത്തവണ കടക്കുന്നത്. അത് ദൃശ്യങ്ങളിലാണ് ഈ ആനയ്ക്ക് ഇങ്ങനെ മസ്തകത്തിൽ മുറിവേറ്റതായുള്ള ഒരു ചിത്രങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത്. ആ ആനയെ കണ്ടുപിടിക്കണം, എന്നിട്ട് വേണം ചികിത്സ കൊടുക്കാൻ. വളരെ കൗതുകകരമായ ഒരു ദൗത്യമാണ്. പക്ഷേ എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് ആ സംഘം? ശ്രീജ, ഗുഡ് മോർണിംഗ്. നമ്മളുള്ളത് ഇപ്പോൾ ആതിരപ്പള്ളിയിലാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ആതിരപ്പള്ളി വെള്ളച്ചാട്ടം പുറകിലുണ്ട്. ഈ മേഖലയ്ക്ക് അപ്പുറത്ത് ഇതിന് ഏകദേശം 6 കിലോമീറ്റർ ഉൾവശത്തിലായിട്ടാണ് ഇപ്പോൾ ഈ ആന തമ്പടിച്ച മേഖല എന്നാണ് വനംവകുപ്പ് കണക്കാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അരുൺ സഖറിയും സംഘവും ഇന്നലെ രാത്രി ആണ് ഇവിടെ എത്തിയത്. അവർ വാഴച്ചാൽ ഗസ്റ്റ് ഹൗസിലാണുള്ളത്. അല്പസമയത്തിന് ശേഷം അവർ ഈ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ നേരത്തെ കണ്ട സ്ഥലത്തേക്ക് പുറപ്പെടുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ആനയെ കണ്ടെത്തി അതിനെ നിരീക്ഷിച്ച് എന്ത് ചെയ്യാനാകുമെന്ന് തീരുമാനിക്കും ഈ സംഘം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുങ്കിയാനകളുടെ ഒരു സാന്നിധ്യമാണ്. കുങ്കിയാനകളെ ഇന്ന് എത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കുങ്കിയാനകളെ കൊണ്ട് ഈ ആനയെ ലൊക്കേറ്റ് ചെയ്യിച്ച് അതിനെ മയക്ക് പിടിവെച്ച് അതിൻ്റെ മസ്തകത്തിൽ പരിക്കേറ്റ ഇടത്ത് പരിശോധിച്ച് അവിടെ ബുള്ളറ്റിൻ്റെ സാന്നിധ്യമുണ്ടോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് പരിശോധിച്ച് ചികിത്സ നൽകുകയാണ് ഇതിൻ്റെ രീതി. നമ്മളിപ്പോൾ ചേരുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഈ പ്രദേശവാസി, ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീ റൂബൻ ലാലി ചേരുന്നുണ്ട്. റൂബനാണ് ഈ ആനയുടെ ദയനീയ സ്ഥിതി ആദ്യമായി ലോകത്തിലേക്ക് എത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഫോട്ടോയുമാണ് ഇങ്ങനെയൊരു ദാരുണമായ കാര്യം, ഇവിടെ നടക്കുന്ന കാര്യം ലോകത്തെ അറിയിച്ചത്. റൂബൻ, എവിടുന്നാണ് ഈ ആനയെ ആദ്യം കണ്ടത്? നമ്മൾ കാണുന്നത് കാലടി പ്ലാന്റേഷൻ്റെ 17-ാം ബ്ലോക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം 10 ദിവസം മുമ്പ് പുഴയിൽ നിന്ന് കയറി വരുന്ന ആനയെയാണ് കണ്ടത്. ഈ ആന സാധാരണ ആനകൾ കുറച്ച് നേരം മണ്ണ് വാരിയിട്ട് അതിനുശേഷം കാട്ടിലേക്ക് മടങ്ങുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. സ്വാഭാവിക രീതിയിൽ വ്യത്യസ്തമായിട്ട് ഇത് കൂടുതൽ നേരം മണ്ണ് വാരിയിടുന്നത് കണ്ടപ്പോൾ ഒരു അസ്വാഭാവികത തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഞാനെടുത്ത ദൃശ്യങ്ങൾ വീണ്ടും പരിശോധിക്കുകയും അതിന് ഒരു മുറിവുള്ളതുപോലെ തോന്നുകയും പിന്നീട് അതിൻ്റെ 2 ദിവസത്തിന് ശേഷം വീണ്ടും ഈ ആനയെ നമ്മുടെ സുഹൃത്തുക്കൾ കണ്ടപ്പോൾ ഇതിനെ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കാൻ കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ നെറ്റിയിലൊരു മുറിവുള്ളതായിട്ടും അത് ആഴം ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് നമ്മളിത് പുറം ലോകത്തേക്ക് എത്തിക്കുന്നത്. ഇതിനെ അത് ചികിത്സ ആവശ്യമുണ്ട്. അത് വളരെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നിയത്. അതിനുശേഷം ഇതിൻ്റെ ഈ ആനയുടെ കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ കഴിയുകയും ആനയെ വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ മുറിവിൽ നിന്ന് പഴുപ്പ് പുറത്തു വരുന്ന ഒരു ദൃശ്യം എനിക്ക് പകർത്താൻ കഴിയുകയും ചെയ്തു. ആ ദൃശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വളരെ നമ്മളുടെ ഇടപെടലുകളുടെ എല്ലാവരുടെയും ഇടപെടൽ കൊണ്ട് തന്നെ അത് വനം വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ഇതിന് ചികിത്സ നൽകേണ്ടതാണ് എന്നുള്ള ഒരു തരത്തിലേക്ക് ഇതിലേക്ക് എത്തുന്നത്. കാണുമ്പോൾ ഈ ആന അക്രമകാരിയായിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു. അക്രമകാരികളായ ആനകൾ ഇവിടെ അതിരപ്പള്ളിയിൽ വളരെ കുറവാണ്. പക്ഷേ ആനയ്ക്ക് ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട്. ആന ആളുകളിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ഒരു വ്യഗ്രത കാണിക്കുന്നുണ്ട്. അതുപോലെ സാധാരണ ആനകളെല്ലാം അതിരപ്പള്ളിയിൽ കാണുന്ന ആനകളൊക്കെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു പ്രകൃതക്കാരാണ്. ഈ ആന അതിനെ വളരെ ബുദ്ധിമുട്ടിയ രീതിയിൽ മണ്ണ് വാരിയുടെയും വളരെ വലിയ രീതിയിൽ അസ്വസ്ഥത കാണിക്കുന്നതാണ് നമുക്കിതിന്. വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് ഈ ഒരു മിഷൻ അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് അറിയാൻ പറ്റും? വനം വകുപ്പ് 2-3 ദിവസമായിട്ട് ഈ ആനയെ നിരീക്ഷിച്ച് വരുന്നുണ്ട്. ഇന്നലെ രാവിലെയാണ് ഞാൻ ഈ ആനയെ അവസാനമായിട്ട് കാണുന്നത്. അതിനുശേഷം ഈ ആന ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പുഴയോടും പ്ലാന്റേഷൻ കോർപ്പറേഷനോടും ചേർന്നിട്ടുള്ള ഒരു തുരുത്തിനകത്ത് ആനയുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്കറിയാൻ കഴിയുന്ന വിവരം. ഈ ഭാഗത്തേക്ക് ഏകദേശം 10 മണിയോടുകൂടി അല്ലെങ്കിൽ 9 മണിയോടുകൂടി അരുൺ സഖറി അടക്കമുള്ള ഡോക്ടർമാരുടെ ഒരു സംഘം എത്തി അതിനെ നിരീക്ഷിച്ചതിന് ശേഷം ആ ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച് കുങ്കി ആനകളെ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷേ എത്രമാത്രം ഇത് സാധ്യമാകും? കുങ്കിയാനകളൊക്കെ എത്തിയിട്ട് വേണ്ടേ അല്ലേ? അതെ, കുങ്കിയാനകൾ എത്തിയിട്ട് വേണം. ആനയെ നേരിട്ട് ഡോക്ടർ കണ്ട് അതിനെ
മറ്റേതെങ്കിലും രീതിയിൽ ചികിത്സ നൽകാൻ കഴിയുമോ എന്നുള്ള സാധ്യതകളൊക്കെ പരിശോധിച്ചതിന് ശേഷമായിരിക്കാം കുങ്കിയാനകളെ കൊണ്ടുവരുന്ന കാര്യത്തിൽ തീരുമാനമാവുന്നത്. സാധാരണ ആനകൾ ഇറങ്ങുന്നതും അതുപോലെ മറ്റു വന്യജീവികൾ ഇറങ്ങുന്നതും ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇത്തരത്തിലൊരു മിഷൻ, അതായത് വെടിയേറ്റ് രീതിയിലുള്ള പരിക്കുള്ള ഒരു ആനയെ കണ്ടെത്തുന്ന ആദ്യമായിട്ടാവും. ഈ നമ്മൾ പല ആളുകളും മുമ്പൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ആനയുടെ മസ്തകത്തിലാണ് വെടിവെക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ട്. നായാട്ടുകാരൊക്കെ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ ആനയെ കൊലപ്പെടുത്തണം അല്ലെങ്കിൽ അപായപ്പെടുത്തണം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി മുറിവേൽപ്പിച്ചതാണോ എന്നുള്ളൊരു സംശയം. പിന്നെ ഈ മുറിവ് ഒരു ബുള്ളറ്റ് കടന്നു പോയതുപോലെയുള്ള ഒരു മുറിവായിട്ടാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അങ്ങനെയാണിത് വെടിയേറ്റത് പോലെ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. ഈ കാട്ടാനകളെയൊക്കെ നാട്ടിലിറങ്ങി അവർ നടത്തുന്ന ശല്യം ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക് പല പേരുകളുണ്ട്. ഇപ്പോൾ പടയപ്പ ആവട്ടെ, ഏഴാറ്റുമുഖം ഗണപതി എന്നുള്ള പേരിലൊക്കെ. ഈ ആനയെ മുമ്പ് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ആന ജനങ്ങൾ നിൽക്കുന്നിടത്ത് വല്ല പ്രശ്നങ്ങളുണ്ടാക്കിയ ചരിത്രമുണ്ടോ? എന്താ അത്തരത്തിൽ? ഈ അതിരപ്പള്ളിയിൽ വളരെ രൂക്ഷമായ കാട്ടാനശല്യം, കാട്ടാനകൾ ഇറങ്ങി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 വർഷത്തോളം ആവുന്നു. അതിനു മുമ്പ് ആനകൾ വരാറുണ്ടെങ്കിലും വളരെ അപൂർവമായിട്ടാണ് നമുക്ക് പകലൊക്കെ കാണാൻ കഴിയുക. ഈ ആനകൾ നാട്ടിലിറങ്ങുകയും അതിരപ്പള്ളിയുടെ വിവിധ പ്രദേശങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്തപ്പോഴാണ് ഞാൻ ഒരു ക്യാമറ വാങ്ങുകയും ആനകളെ നിരീക്ഷിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 3 വർഷമായിട്ട് അതിരപ്പള്ളിയിൽ വരുന്ന മിക്കവാറും ആനകളൊക്കെ വളരെ ക്ലോസ് ആയിട്ട് നിരീക്ഷിച്ച് വരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ ആനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റാളുകളോട് സംസാരിക്കുകയും അവരുടെ ഇതിൻ്റെ ബിഹേവിയർ എങ്ങനെയൊക്കെയാണ് ചേഞ്ച് ആവുന്നതൊക്കെ നിരീക്ഷിച്ച് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആനയെ ഒരു 2 വർഷത്തിനകത്തിൽ 3-4 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ സ്ഥിരമായിട്ട് അതിരപ്പള്ളിയിൽ നിൽക്കുന്ന ഒരു ആനയല്ല. അതിരപ്പള്ളിയിലെ ആനകളുടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ കൊമ്പ് എല്ലാ ആനകൾക്കും ചെറുതാണ്. എണ്ണപ്പന കൊത്തി തിന്നുന്നതുകൊണ്ടാണ് അതിങ്ങനെ തേഞ്ഞു പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കൊമ്പിന് ഒരു പരിധിയിൽ കൂടുതൽ നീളമുള്ള ഒരു ആന ആയതുകൊണ്ട് തന്നെ ഇത് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചിരുന്നു. ഇതൊരു എപ്പോഴും ഇവിടെ അതിരപ്പള്ളിയിലുള്ള ഒരു ആനയല്ല എന്നുള്ളത്. എന്നാൽ ഇടയ്ക്ക് അതിരപ്പള്ളിയിൽ വന്ന് പോകുന്ന ഒരു ആനയാണ്. അതിരപ്പള്ളിയോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന മലയാറ്റൂർ ഡിവിഷൻ്റെയോ പറമ്പിക്കുളം ഡിവിഷനിലൊക്കെ വെള്ളിക്കുളങ്ങര പോലെയുള്ള ഭാഗങ്ങളിലൊക്കെ സഞ്ചരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കൂട്ടത്തിൽ ചേരാത്ത ആനയാവാനും സാധ്യതയുണ്ടല്ലോ. ഒറ്റയ്ക്കാണ് കണ്ടത്. അത് ഈ അപകടത്തിന് ശേഷമാണ് ഒറ്റയ്ക്ക് നമ്മൾ കാണുന്നത്. അതിനു മുമ്പ് മറ്റാനകളുടെ കൂടെയും ഈ ആനയെ കണ്ടിട്ടുണ്ട്. നിർണായകമാണ് ഈ ദിവസം അല്ലേ? അതെ, നിർണായകമാണ്. നമുക്ക് ചികിത്സ നൽകാൻ സാധിക്കും എന്നുള്ള ഒരു അതിലാണ് നമ്മളെല്ലാവരും. അതെ ശ്രീജ, അതാണ് ഇപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വളരെ വിശദമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാം. അദ്ദേഹം വ്യക്തമായിട്ട് ആനകളെ നിരീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ വിഷയം അദ്ദേഹമാണ് ആദ്യം വനംവകുപ്പിൻ്റെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം കൂട്ടിയാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണെങ്കിലും ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഡോക്ടർ അരുൺ സക്കറിയ ഈ ആനയെ നിരീക്ഷിച്ചതിന് ശേഷമാണ് എന്താണെന്ന് ചെയ്യാൻ കഴിയുക എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. അപ്പോൾ രാവിലെ അല്പസമയത്തിന് ശേഷം അദ്ദേഹം ഈ ആന നിൽക്കുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ആനയെ ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തേക്ക് പോകും. നമ്മളിവിടെ നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി നമുക്കൊക്കെ മൊബൈൽ റേഞ്ചിന് എത്രമാത്രം അവിടെയൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ വരും മണിക്കൂറുകളിൽ മൊബൈൽ റേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് തത്സമയം തന്നെ ഈ വിവരങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. നിൽക്കുന്ന രസമുള്ള കാഴ്ചകളാണ്, നല്ല രസമുള്ള കാലാവസ്ഥയാണ്, രാവിലെ സമയമാണ്. അപ്പോൾ റേഞ്ച് ഇല്ലെങ്കിൽ അനുമോദം അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടോളൂ. പക്ഷേ ഈ ആന വളരെ ദാരുണമാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ മസ്തകത്തിൽ നിന്ന് പഴുപ്പ് വരുന്ന മാതിരി, ശ്വസിക്കുമ്പോൾ പോലും പഴുപ്പ് വരുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ആനയ്ക്ക് വേണ്ട ചികിത്സ നൽകാൻ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്. അരുൺ സക്കറിയുടെ മികവ് ഇത്തരം വിഷയങ്ങളിൽ അദ്ദേഹത്തിനും സംഘത്തിനും കൃത്യമായി ചികിത്സ നൽകിക്കൊണ്ട് തിരികെ ജീവിതത്തിലേക്ക് ആ കാട്ടുകൊമ്പനെ കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം. അനുമോദാണ് വിവരങ്ങൾ നൽകിയത് അതിരപ്പള്ളിയിൽ നിന്ന്.